പ്രിയ സുഹൃത്ത് എന്നെ പരിചയപ്പെടുത്തിയത് എനിക്കൊന്ന് തിരുത്തി പറയേണ്ടിയിരിക്കുന്നു. ഞാൻ മികച്ച യുക്തിവാദിയല്ല. യുക്തിവാദി ജീവിതത്തിൻ്റെ അവർ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അവരുടെ വിവാഹമാണെന്ന് ഞാൻ വിലയിരുത്തുന്നു. ഞാൻ മതരഹിത വിവാഹമല്ല നടത്തിയത്. എൻ്റെ വിവാഹം ഏതാണ്ട് 44 വർഷങ്ങൾക്ക് മുമ്പ് മത ആചാരപ്രകാരമാണ് നടത്തിയത്. ഞാൻ യുക്തിവാദി രംഗത്തേക്ക് വരാൻ സഹായമായത് എൻ്റെ അച്ഛനും ആ പാതയിലുണ്ടായിരുന്നു എന്നതുകൊണ്ടാണ്. ചെറുപ്പം മുതലേ ധാരാളം പുസ്തകങ്ങൾ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ്റെ ഗുരു എന്ന് വേണമെങ്കിൽ പറയാവുന്ന ആൾ ശ്രീ MC ജോസഫ് ആയിരുന്നു. MC ജോസഫിൻ്റെ വീക്ഷണത്തിൽ മതത്തോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ മതത്തിൽ മാറ്റം വരുത്തുവാൻ ശ്രമിക്കാമെന്നും കൂടി ആയിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മക്കളും മത ആചാരപ്രകാരമൊക്കെയാണ് അക്കാലത്ത്, വളരെ വർഷങ്ങൾക്ക് മുമ്പാണ്, വിവാഹ ജീവിതത്തിലേക്കൊക്കെ കടന്നത്. എനിക്ക് പക്ഷേ എൻ്റെ അച്ഛൻ്റെ അഭിപ്രായത്തോടോ MC-യുടെ അഭിപ്രായത്തോടോ യോജിപ്പില്ല. ഇവിടെ യുവ സുഹൃത്ത് പറഞ്ഞ വെളിച്ചപ്പാടിൻ്റെ അമ്മായി എന്ന വിഷയത്തിൽ അദ്ദേഹം കൊണ്ടുവന്ന ആശയത്തോട് തന്നെയാണ് എൻ്റെയും ആശയം. എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ വിവാഹം ഞാനുമായിട്ട് ഉറപ്പിക്കുന്നതിന് മുമ്പ് ഒരു മതേതര വിവാഹത്തിന് വളരെ ശ്രമം നടത്തിയ ആളാണ് ഞാൻ. ഇവരുടെ കുടുംബവുമായി ഒരു മതരഹിത വിവാഹത്തിന് തയ്യാറാണോ എന്നുള്ള ചർച്ചകളിൽ അവർ ഒട്ടും വഴിപ്പെട്ടില്ല. പിന്നെ ഞാൻ അതിന് വഴങ്ങുകയായത്. പിന്നെ കുട്ടികളൊക്കെ ആയി ഏറെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ മതേതര ജീവിതത്തിൻ്റെ പാതയിലേക്ക് കൂടുതൽ മികവോടെ ഇടപെടുവാൻ ശ്രമിച്ച ഒരു ആളാണ്. മക്കളെയൊക്കെ മതേതര കാഴ്ചപ്പാടുകളോടെയൊക്കെ വളർത്തി രണ്ടുപേരെയും മതരഹിത വിവാഹം ചെയ്യിപ്പിച്ച് അങ്ങനെ ഒരു വിജയകരമായ ജീവിതം പുലർത്തുന്നുവെന്നാണ് ഞാൻ കരുതുന്നത്. 2 മക്കളാണുള്ളത്. അവർ വിവാഹം ചെയ്ത് ജോലിയൊക്കെ ആയിട്ട് ഞങ്ങളോടൊപ്പമില്ല, മറ്റ് സ്ഥലങ്ങളിൽ അവർ പാർക്കുന്നു. ഞാനും ഭാര്യയും സന്തോഷത്തോടെ ജീവിക്കുന്നു. വളരെ നേരത്തെ മുതൽ നമ്മുടെ മലയാളത്തിലുണ്ടായിരുന്ന യുക്തിവാദി മാസികകൾ ഒക്കെ എൻ്റെ വീട്ടിൽ വരുത്തിയിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട മലയാളത്തിലെ മാസിക യുക്തിവാദി MC ജോസഫിൻ്റെ. തൃശ്ശൂരിൽ നിന്നിറങ്ങിയിരുന്ന AV ജോസിൻ്റെ യുക്തിവിചാരം, ഇടമറുകിൻ്റെ കോട്ടയത്ത് നിന്ന് പ്രസിദ്ധീകരിച്ച തേരാളി, പിന്നീട് ഡൽഹിയിൽ നിന്ന് തുടർന്ന ആ പ്രസിദ്ധീകരണം, യുക്തിരാജ്യം, പ്രഖ്യാപനം, നാസ്തിക്യം, ഇവയൊക്കെ എൻ്റെ വീട്ടിൽ വരുത്തുമായിരുന്നു. ഇതിൽ ഇളം തലമുറയിൽപ്പെട്ട ആളുകൾക്ക് കാണുന്നത് താല്പര്യമായിരിക്കും എന്ന് വിചാരിച്ച് ഞാനതിൻ്റെ കോപ്പികളൊന്ന് കാണിച്ചോട്ടെ. MC ജോസഫിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണം യുക്തിവാദിയാണ് ഇത്. AV ജോസിൻ്റെ യുക്തിവിചാരം, ശ്രീനി പട്ടത്താരത്തിൻ്റെ കൊല്ലത്ത് നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന യുക്തിരാജ്യം. മുതിർന്നവരൊക്കെ ഇത് കണ്ടിട്ടുണ്ടാവും. ഇളം തലമുറക്കാർക്ക് വേണ്ടി മാത്രമാണ് ഇതിന് കാണിക്കുന്നത്. പവിത്രൻ സാറിൻ്റെ എറണാകുളത്തുള്ള പ്രഖ്യാപനം 1984 എൻ്റെ അച്ഛൻ മരിക്കുകയുണ്ടായി. A.T. കോറിൻ്റെയും MC ജോസഫിൻ്റെയൊക്കെ ആ വഴിയിലൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം മതചടങ്ങുകളൊന്നുമില്ലാതെ കോട്ടയം മെഡിക്കൽ കോളേജിലെ അനാട്ടമി വിഭാഗത്തിന് നൽകുകയാണ് ഉണ്ടായത്. 2000 എൻ്റെ അമ്മ മരിച്ചു. അമ്മയുടെയും എറണാകുളത്തെ പൊതുശ്മശാനത്തിൽ മതചടങ്ങുകളൊന്നുമില്ലാതെ
സംസ്കരിക്കുകയായിരുന്നു. എൻ്റെ അമ്മ ഒരു മതവിശ്വാസിയായിരുന്നു. അമ്മ സ്ഥിരമായി പള്ളിയിൽ പോയിക്കൊണ്ടിരുന്ന ആളാണ്. എനിക്ക് മുമ്പേ ഈ വിഷയം സംസാരിച്ച AC ജോർജ് പറഞ്ഞതുപോലെ എൻ്റെ അമ്മയുടെ വസ്ത്രങ്ങൾ അലക്കി തേച്ച് എൻ്റെ ഭാര്യ കൊടുത്തു വിട്ടിരുന്നു. പക്ഷേ ഒരു ആദ്യകാല കമ്മ്യൂണിസ്റ്റുകാരൻ കൂടിയായിരുന്ന എൻ്റെ അപ്പൻ വീട്ടിൽ പറഞ്ഞിരുന്ന വിഷയങ്ങൾ, സുഹൃത്തുക്കളുമായി വീട്ടിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ ഒക്കെ കേട്ടാണ് എൻ്റെ അമ്മ വളർന്നത്. അതുകൊണ്ട് വലിയ വിദ്യാഭ്യാസമോ ലോകപരിചയമൊന്നും ഇല്ലാത്ത എൻ്റെ അമ്മയ്ക്ക് നവീന ആശയങ്ങളുമായിട്ടൊരു ബന്ധം ഉണ്ടായിരുന്നു. അമ്മയോട് ഞാൻ പറയുമായിരുന്നു, അമ്മ മരിച്ചാൽ പള്ളിയിൽ അടക്കയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സന്തോഷത്തോടു കൂടി അമ്മ പറഞ്ഞിരുന്നു, നീ എന്ത് ചെയ്താലും എനിക്ക് വിരോധമില്ല, കഞ്ഞി തന്നാൽ മതി എന്ന് പറഞ്ഞു. പഴയ ആളുകളെന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം വലിയ പ്രശ്നമാണ്. അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഭക്ഷണമാണ്. പിന്നെ ഒരു പിൻബലവും കൂടെ ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അച്ഛൻ്റെ ആശയങ്ങൾ ഞങ്ങളുടെ വീടുകളിൽ പറയുമ്പോൾ അമ്മ അത്ര ശ്രദ്ധയോടെ അല്ലാതെയെങ്കിലും കേട്ടു. അങ്ങനെ ഒരു ലോകവും അമ്മയ്ക്ക് പരിചിതമായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം ഇടുക്കിയിൽ നടന്ന ഒരു മതേതര മീറ്റിങ്ങിൽ ഞാനും AC ജോർജ്, എൻ്റെ പല സുഹൃത്തുക്കളുണ്ട്, ഞങ്ങൾ പങ്കെടുത്തിരുന്നു. തൊടുപുഴയിൽ ചെന്നപ്പോൾ എനിക്ക് ഓർമ്മ വന്നു, ഇടമറുക് നടത്തിയ 1 or 2 ആദ്യ യുക്തിവാദി സമ്മേളനം തൊടുപുഴയിൽ വെച്ചാണ് നടന്നത്. അതിലെൻ്റെ അച്ഛനും പങ്കെടുത്തിരുന്നു. IAP പ്രസിദ്ധീകരിച്ച ഇടംബർഗിൻ്റെ ആത്മകഥ കൊടുങ്കാറ്റ് ഉയർത്തിയ കാലം എന്നതിൽ എൻ്റെ അച്ഛൻ്റെ ഫോട്ടോ ഒരു ഗ്രൂപ്പ് ഫോട്ടോയിലുണ്ട്. അച്ഛനെ പുകഴ്ത്തി പറഞ്ഞൊന്നുമല്ല, ചരിത്രത്തെ ഞാനൊന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അതിൽ MC ജോസഫ് ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ജീവിത വഴികളിൽ അടുത്ത കാലത്ത് ഞാനൊരു പുതിയ വീട് നിർമ്മിച്ചു. അതിൽ കിണറോ വീടിൻ്റെ സ്ഥാനമോ ഒന്നും നോക്കിയിട്ടില്ല. ഞങ്ങൾ അതിലങ്ങ് കയറി താമസിക്കുക ചെയ്തത്. പുരോഹിതനെ വീട്ടിൽ കയറ്റിയിട്ടില്ല. ഈ ഇടമറുകിൻ്റെ അമ്മയുടെ സഹോദരിയുടെ മകനാണ് ഒരു പഴയകാല യുക്തിവാദിയായിരുന്ന പെരുമ്പടവം തോമസ്. ആ പെരുമ്പടവം തോമസിൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളാണ് എൻ്റെ ഭാര്യ. ഇപ്പോൾ ഞങ്ങൾക്ക് 70 വയസ്സാകുന്നു. ചിലർക്ക് വിയോജിപ്പുണ്ടായിരിക്കും. ഞാൻ സ്വയം പറയുന്നത് ജീവിതത്തിൻ്റെ സായാഹ്നത്തിലേക്ക് എത്തിയിരിക്കുന്നു. അടിച്ചു പൊളിച്ചുള്ള ജീവിതമാണ് ഞങ്ങളുടേത്. ഈ 2-3 ആഴ്ചകൾക്ക് മുമ്പ് വയനാട് സഞ്ചരിച്ചിരുന്നു. ഇത് പറയുന്നത് ഈ സംവരണം സംബന്ധിച്ച് ഒരു ചെറുപ്പക്കാരൻ മുമ്പൊരു ക്ലാസ് നടത്തിയിരുന്നല്ലോ. ചോര വീണ മണ്ണാണല്ലോ വയനാട്. ബക്കറിൻ്റെ കബനി നദി ചുവന്നപ്പോൾ എന്നതെല്ലാം അവിടെ ചെന്നപ്പോൾ എനിക്ക് ഓർമ്മ വന്നു. ആ നദി കാണാൻ നദിക്കരയിലെത്തിയപ്പോൾ ഈ ആദിവാസികളുടെ ഒരു വളർച്ച എനിക്ക് ബോധ്യമായി. നദിയുടെ ഇക്കരെ നിന്ന് ഒരു കല്ലിലിരുന്ന് ഞാൻ നദി കാണുമ്പോൾ അക്കരെ നിന്ന് ഒരു ആദിവാസി വിളിച്ചു ചോദിച്ചു, ആരാടാ ഇത്, എന്താടാ ഇതെന്ന് വെച്ചു. എൻ്റെ കയ്യിൽ മൊബൈൽ ക്യാമറ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ അത്രയൊക്കെ ചോദിക്കാൻ മാത്രം വളർന്നിട്ടുണ്ട്. കാസർഗോട്ട് മികച്ച റോഡുകളുണ്ട്. റോഡരികുകളിൽ അടച്ചുറപ്പുള്ള നല്ല കോൺക്രീറ്റ് വീടുകളുമുണ്ട്. പക്ഷേ ഒരു കാര്യം, ഉൾവനങ്ങളിൽ താമസിക്കുന്ന അവരൊന്നും അത്ര മികച്ച ജീവിത രീതിയിലല്ല. ഞാൻ നദിക്കരയിൽ ഇരുന്നപ്പോൾ മീൻ വലയിട്ടുകൊണ്ടൊരു ചെറുപ്പക്കാരൻ വന്നു. ഞാൻ പരിചയപ്പെട്ടു. സുകുമാരൻ, അദ്ദേഹം ഒരു കവിയാണ്, സാഹിത്യ അക്കാദമി അംഗമാണ്. സുകുമാരൻ ചാരുഗതയായിട്ട് സംസാരിച്ചു. എങ്ങനെയാണ് ജീവിതം എന്നൊക്കെ ഞാൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത് സംവരണത്തെക്കുറിച്ച് പറഞ്ഞ വിഷയത്തിൽ ബന്ധപ്പെട്ട ഒരു കാര്യം മാത്രമാണ്. മതേതര ജീവിതവുമായിട്ട് അത്ര ബന്ധം അല്ല എന്ന് വരികിലും
കഷ്ടപ്പാടും ബുദ്ധിമുട്ടുമൊക്കെയാണ് എന്ന് അയാൾ പറഞ്ഞു. മീൻ പിടിച്ച് കുറേ വിൽക്കുവാൻ കഴിയുമോ എന്ന് ചോദിച്ചു. ഇല്ല, വല്ലതും വിൽക്കാൻ പറ്റിയെങ്കിലാവും, കൂട്ടാൻ വയ്ക്കാൻ കിട്ടിയിട്ട് വല്ലതും വിൽക്കാൻ പറ്റിയാൽ അത്രയായി, അതേ ഉള്ളൂ. പിന്നെ എങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നത്? ഇദ്ദേഹം കവിയും നല്ല പ്രഭാഷകനുമായതുകൊണ്ട് ഇച്ചിരി കോളേജുകളിലൊക്കെ പ്രഭാഷണം നടത്താൻ വിളിക്കും. അപ്പോൾ അവരൊരു സംഖ്യ കൊടുക്കും. സാഹിത്യരംഗത്ത് സജീവമായ നിൽക്കുന്ന ആ ആദിവാസിയുടെ ജീവിതം എങ്ങനെയാണ്? രാത്രി ഞാനവിടെ ഉറങ്ങിയപ്പോൾ, രാത്രിയിൽ ഉറങ്ങുന്ന ആ സമയത്ത് കാട്ടാന വീടിനടുത്തേക്ക്, കൃഷിസ്ഥലത്തേക്ക് വരുന്ന സംഗതി ഞാൻ മനസ്സിലാക്കി. അതായത് കാട്ടാന വീടിനടുത്തേക്ക് വരുമ്പോൾ ആ വീട്ടുകാർക്ക് ശ്രദ്ധയുണ്ട്. അവർ ഉച്ചത്തിൽ ചില ശബ്ദങ്ങളൊക്കെ പുറപ്പെടുവിച്ച് അതിനെ ഓടിക്കാൻ ശ്രമിക്കും. ആ ശബ്ദം കേട്ടുകൊണ്ട് തന്നെ ഈ വന ഉദ്യോഗസ്ഥന്മാരും അതിന് ഒരുങ്ങും. അവർക്ക് മനസ്സിലാവും ആന വന്നിട്ടുണ്ടെന്ന്. ഈ ആന ഒച്ച ഉണ്ടാക്കാതെയൊക്കെ പോയി ആളുകളുടെ ശബ്ദവും നിന്നു. അവർ ആനയെ ഓടിക്കാൻ വേണ്ടി കൂക്കി വിളിച്ചു. അത് ആനയ്ക്കും പരിചയമാണ്, അവിടുത്തെ മനുഷ്യർക്കും പരിചയമാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, 2 മാസം മുമ്പ് മറ്റൊരാന ഒരു ചെറുപ്പക്കാരനെ ചവിട്ടിക്കൊന്നത്. ഞാൻ താമസിച്ചിരുന്ന വീടിൻ്റെ, എൻ്റെ സുഹൃത്തിൻ്റെ വീടാണ്, തൊട്ടടുത്ത വീട്ടിലാണ് ഈ അപകടം ഉണ്ടായത്. കുന്ന് ആയിട്ട് കിടക്കുന്ന ഭാഗത്ത് ഈ ആന ഇറങ്ങിയെന്നുള്ള ഒച്ച കേട്ട് ഇദ്ദേഹം ഈ റോഡിലേക്ക് കടന്നു വന്നു. അന്നേരം തൊട്ടടുത്തായിരുന്നു ആന. രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് 10 സ്റ്റെപ്പുകളുള്ള ഈ വീട്ടിലേക്ക് കയറി ചെയ്തത്. ആന വളരെ സ്പീഡിൽ വന്ന് ഇയാളെ കുത്തിക്കൊന്നു. ഞാൻ അവിടെ കയറി വന്ന് ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ട്. ഈ ആന മനുഷ്യർക്ക് ഉപദ്രവമാണ്, ആനയ്ക്കും ഉപദ്രവകരമാണ്. ചില അഭിപ്രായങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ആനയെ നമുക്ക് ഭക്ഷണത്തിന് ഉപയോഗിച്ചാൽ ഭക്ഷണവുമാകും, ആനയുടെ എണ്ണവും ഒന്ന് കുറയും. ശരിയാണ്. ഭക്ഷണത്തെ സംബന്ധിച്ച് നമ്മുടെ ശീലങ്ങളാണ്. നമ്മൾ ശീലിച്ച ഭക്ഷണം നമുക്ക് സ്വാദിഷ്ടമാണ്, ശീലിക്കാത്ത ഭക്ഷണത്തിലേക്ക് കടക്കാൻ നമുക്ക് ശ്രമകരമാണ്. ഒരു യുക്തിവാദി എന്ന നിലയിൽ ഞാനത് സമ്മതിച്ചിരിക്കുന്നു. ഭക്ഷണം കഴിച്ചു നോക്കാം, കുറച്ച് നമുക്ക് ശീലിക്കാം. അതിനെ അത് സർക്കാർ അംഗീകരിക്കുകയാണെങ്കിൽ. എന്നാൽ ആ കവലയിൽ, കാസർഗോഡ് കവലയിൽ നാൽക്കവലിൽ നിന്നപ്പോഴാണ് ഞാൻ വേറൊരു വാർത്ത കേട്ടത്. ആ വാർത്ത ഈ വെളിച്ചപ്പാടിൻ്റെ അമ്മായി എന്ന വിഷയം അവതരിപ്പിച്ച അദ്ദേഹവുമായി ബന്ധപ്പെട്ടതാണ്. നമ്മളൊക്കെ യുക്തിവാദത്തിൻ്റെ, മതേതരത്വത്തിൻ്റെ ഉയർന്ന കാഴ്ചപ്പാടുകളുമായി ജീവിക്കുന്നവരാണ്. പലരും പല ലെവലിലായിരിക്കാം. പുതിയ ചില ചിന്തകളൊക്കെ വരുന്നു. മതേതരമായിട്ടല്ലാതെ സാമ്പ്രദായികമായ രീതിയിലുള്ള വിവാഹങ്ങളും നടത്താം യുക്തിവാദികൾക്ക് നല്ല വ്യാഖ്യാനങ്ങൾ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ എങ്ങോട്ട് പോകണം ഞാനൊക്കെ എന്ന് ഈ ജീവിതത്തിൻ്റെ നാൽക്കവലയിൽ നിന്നു പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ ഞാൻ ഈ ചെറുപ്പക്കാരൻ്റെ ഒപ്പമാണ്. കഴിയുന്നത്ര നമ്മൾ മതേതരമായി തന്നെ ജീവിക്കണം. അതാണ് നവോത്ഥാനത്തിൻ്റെ നമ്മളുടെ ഉത്തരവാദിത്വം. ദയവേത് എൻ്റെ ഭാര്യയോട് കുറച്ച് സംസാരിക്കാൻ നിങ്ങൾ ആവശ്യപ്പെടരുത്. അവർ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വേദിയിൽ എത്തുന്നത്. അവർക്ക് വേണ്ടി കൂടി ഞാൻ സംസാരിച്ചോട്ടെ. ഞാൻ ആദ്യം ഒന്ന് സൂചിപ്പിച്ചു, വളരെ സന്തോഷമായിട്ടുള്ള ഒരു ദാമ്പത്യ ജീവിതമാണ് ഞങ്ങൾ പുലർത്തുന്നത്. സ്നേഹബുദ്ധിയാൽ ഈ ചടങ്ങിലേക്ക് എന്നെ ക്ഷണിച്ച പഴയ സുഹൃത്ത് നാഗേഷിന് പ്രത്യേകം നന്ദി.